ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, കറണ്ട് സിറ്റുവേഷൻ, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജി ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ മജീഷ്യൻ എന്ന എനർജിയിലാണ്. അതായത് അവരുടെ ലൈഫിലേക്ക് ഒന്നുകിൽ ആ ഒരു വ്യക്തി മാനിഫെസ്റ്റ് ചെയ്ത പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് അവരുടെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ നേരത്തെ ചെയ്ത എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ്റെ ആ ഒരു കാര്യം കൊണ്ട് ആ ഒരു വ്യക്തിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കും. എന്തായാലും ആ ഒരു വ്യക്തി മജീഷ്യൻ്റെ എനർജിയിലാണ്. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നു. ആ ഒരു എനർജിയാണ്. ഇനി അവരുടെ കറണ്ട് സിറ്റുവേഷൻ നോക്കാം. എന്ത് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത്? ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രണയമുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ മാറി നിന്ന് അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു എനർജിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വളരെയധികം അതായത് നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളതായിട്ട് കാണുന്നു. അതായത് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. വളരെയധികം നിങ്ങളെ ആഗ്രഹിക്കുന്നു ഈ ഒരു പേഴ്സൺ. അവരുടെ കൂടെ എക്കാലവും നിങ്ങൾ കാണണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നതും. നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒരു സെലിബ്രേഷനിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളെ വളരെയധികം ഇഷ്ടമുണ്ട് ഈ ഒരു പേഴ്സൺ. അപ്പോൾ മേ ബി നിങ്ങളുമായിട്ടുള്ള ഒരു മാരേജ് ആയിരിക്കാം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്ര പെട്ടെന്നൊന്നും ബ്രേക്കായി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല. അതിന് സ്റ്റെബിലിറ്റി ഉണ്ട്, അത് യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതെല്ലാം ഈ ഒരു വ്യക്തി ഈ ഒരു സമയം മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളെ വളരെയധികം വാല്യബിളായിട്ടാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത്. നമുക്ക് ആദ്യമേ അവരുടെ എനർജി കിട്ടിയായിരുന്നു അവരുടെ സിറ്റുവേഷനൊക്കെ നോക്കിയപ്പോൾ. കാരണം അവർക്ക് നിങ്ങളോട് വളരെ അൺകണ്ടീഷണലായിട്ടുള്ള പ്രണയമാണ്. അതായത് ഇത് ഒരിക്കലും അവസാനിച്ചു പോകുന്ന ഒരു പ്രണയമല്ല എന്നുള്ളത് ആ ഒരു വ്യക്തി ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. മേ ബി അവരുടെ ലൈഫിൽ നടന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം അത് അങ്ങനെ ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി വളരെയധികം കമ്മിറ്റ്മെൻറ്റ്, അവരുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം, അതായത് ഇതൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തിക്കണം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് കാണുന്നത്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ബോണ്ടിന് സ്ട്രെങ്ത് കുറഞ്ഞൊരവസ്ഥ ഇതിനോടകം തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ഒരു വ്യക്തി നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അവർക്ക് നിങ്ങളെ വിട്ടുകളയാനായിട്ട് കഴിയുകയില്ല. പക്ഷേ നിങ്ങളോട് അവരുടെ ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ എന്നാൽ അവരുടെ ആ ഒരു റിയൽ സ്നേഹം നിങ്ങളോട് തുറന്നു കാട്ടുന്നില്ലായിരിക്കാം.
ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് സോൾമേറ്റ് കണക്ഷനായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ള ബന്ധം. ആദ്യമേ നമുക്ക് ഏസ് ഓഫ് കപ്സ് കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കണക്ഷൻ ആണെന്ന്. നിങ്ങളുടെ ഇടയിൽ എന്ത് പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് അത്ര പെട്ടെന്ന് തകർന്നു പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതാണ് കാണുന്നത്. എന്തൊക്കെയോ ഈ ഒരു വ്യക്തിക്ക് ഒരു നഷ്ടബോധം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ കരിയർ സെറ്റാക്കാനായിട്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അത് നിമിത്തം നിങ്ങളെ മാറ്റി നിർത്തപ്പെടേണ്ട സിറ്റുവേഷൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ നഷ്ടമാകുമോ എന്നുള്ളൊരു ഭയം ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് 5 ഓഫ് കപ്സ്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി മജീഷ്യൻ്റെ എനർജിയിലാണ്. ഈ ഒരു വ്യക്തി മാറി നിന്ന് നിങ്ങളെ അട്രാക്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളോട് വളരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രണയമുണ്ട്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ സ്റ്റെബിലിറ്റിയോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രോങ് ബോണ്ട് അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെ എന്ത് സാഹചര്യം വന്നാലും നിങ്ങളെ നഷ്ടപ്പെടുത്തുകയില്ല എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷനാണ്. പക്ഷേ ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ആ ഒരു വ്യക്തി അലട്ടുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ പാസ്റ്റിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നു. ആ ഒരു എനർജിയാണ്. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് കൊടുക്കാനുള്ളത്? ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, ഇവിടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെയധികം സെൻസിറ്റീവായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് കാണുന്നു. അതായത് നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യം വന്നാലും, എന്ത് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ആയിക്കോട്ടെ, വേറെ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾ വളരെയധികം സെൻസിറ്റീവാണ്. നിങ്ങൾക്കത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ളൊരു സ്വഭാവമായിരിക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് കരയുന്ന രീതിയിലുള്ളൊരു സ്വഭാവമായിരിക്കാം നിങ്ങളുടേത്. അപ്പം നിങ്ങളുടെ ആ ഒരു സെൻസിറ്റീവായിട്ടുള്ള സ്വഭാവം തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നിങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കേണ്ട ഒരു സമയമായിട്ട് കാണുന്നു. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരിക്കും. കാരണം നിങ്ങൾ ഏത് സമയവും നിങ്ങളൊരു എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സിലായിരിക്കാം നിങ്ങൾ കഴിയുന്നത്. അത് കാരണം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾക്ക് പൂർത്തിയാക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾക്ക് നിർവഹിക്കാനായിട്ടുള്ള ബ്ലോക്ക് വരുന്നുണ്ടായിരിക്കാം. അല്ലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനത്തിലായിരിക്കാം. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബ്ലോക്കേജസ് ഉണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ ആ ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും തന്നെ നിങ്ങളുടെ റിയൽ ലൈഫിലോട്ട് കൊണ്ടുവരാതിരിക്കുക. കാരണം നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊന്നിലും ഒന്നും സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് സന്തോഷങ്ങളുണ്ട്, പക്ഷെ അതെല്ലാം നിങ്ങൾ കാണാതെ ഇരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള എല്ലാ അവസരങ്ങളും യൂണിവേഴ്സ് തരുന്നുണ്ട്. പക്ഷെ നിങ്ങളത് സന്തോഷിക്കുന്നില്ല. നിങ്ങൾക്കതൊന്നും സന്തോഷമൊന്നും വേണ്ട എന്നുള്ള രീതിയിലിരിക്കുകയാണ്. നിങ്ങൾക്ക് പാസ്റ്റിനെ ഓർത്ത് ഒരുപാട് പെയിൻ ഉണ്ടായിരിക്കാം, ഒരുപാട് ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഒക്കെ തന്നെ നിങ്ങളെല്ലാം ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കൊന്നും എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കാരണം അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപാട് വേദനകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് ഇനിയും വേദനിക്കേണ്ടി വരുമോ എന്ന ഭയത്താൽ നിങ്ങൾ അതിനെയെല്ലാം മുറുകെ പിടിക്കുകയാണ്. നിങ്ങളുടെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് എല്ലാം തന്നെ ഈ ഒരു സമയം സ്നേഹം പ്രകടിപ്പിക്കുക.
നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് കൂടി നോക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്, കണ്ടില്ലേ? അപ്പം അവരുടെ ആ ഒരു നമ്മൾ ആദ്യമേ എടുത്ത സ്പ്രെഡിലും കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് ഇത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാർഡാണ്, ഒരു സ്റ്റെബിലിറ്റിയുടെ കാർഡാണ്. അപ്പം അവരുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, അതായത് നിങ്ങളെ വളരെയധികം വാല്യുബിൾ ആയിട്ടാണ് കാണുന്നത്, അതായത് ഒരു ഗോൾഡ് പോലെ വളരെയധികം ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും സ്റ്റെബിലിറ്റിയും നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ടിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ ക്ലാരിറ്റിയോടും കൂടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു എനർജിയാണ്.